ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മൾ പഴയ ഒരു സംഭവത്തിനെ പുതിയതാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് നമ്മൾ ഇന്ന് അടിപൊളിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പൊട്ടിയൊക്കെ തട്ടി ഇങ്ങനെ ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബാർബിയുടെ കീ ചെയിനാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം ആകെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്. പൊടിയൊന്നും അത്ര ഇതായിട്ടില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകി വയ്ക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്, കുറച്ചൊക്കെ ഒടിഞ്ഞ പോലെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾ ഞാനിങ്ങനെ റൂമിൽ ഹാങ് ചെയ്തിട്ടേക്കായിരുന്നു. പിന്നെ അതിങ്ങനെ എടുത്ത് മാറ്റി ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. കുഞ്ഞപ്പനൊക്കെ വന്നിട്ട് അവനിങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ തൂവലൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞു പോയത്. പിന്നെ അവിടെ കിടന്നിട്ടൊക്കെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ കഴുകിയൊക്കെ വെക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ തൂവലൊക്കെ ഒന്ന് വെട്ടി മാറ്റാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ ഒടിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആകെ വൃത്തികേടായിട്ട് നിൽക്കുകയാണ്, അത് നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചത് കുറച്ച് മരക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പീസ് എടുക്കണതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ റെക്റ്റാങ്കിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഷേപ്പിലുള്ള സംഭവം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല കളറിലുള്ള തൂവലുകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ 4 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബാർബിയുടെ താഴെ ഉണ്ടായിരുന്ന ഫെദേഴ്സ് മാത്രമേ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. മുകളിലുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു പിങ്ക് കളറായിരുന്നു, അത് ആ കളറിൽ തന്നെയാണ് കേട്ടോ. പിങ്ക് റോസ് കളർ അത് തന്നെയാണ്. അപ്പോൾ അതായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറിലുള്ള തൂവലെടുക്കുക. ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഫെദേഴ്സ് ഇതായിരുന്നു. അതിൽ കുറച്ചൊക്കെ നല്ല രീതിയിൽ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിന് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു റോസ് കളറിലെ ഫെദേഴ്സിന് പകരമായിട്ട് ഈ ഒരു കളറിലെ ഫെദേഴ്സാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പാക്കറ്റിലായിട്ട് ഒരുപാട് ഫെദേഴ്സ് കിട്ടുന്നുണ്ട്. ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലതൊക്കെ അത്ര നല്ലതല്ലാത്തതും ഉണ്ടാവും. പിന്നെ 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രാവിൻ്റെയൊക്കെ തൂവലെടുത്തിട്ട് കളർ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ചുറ്റുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആ ഫെദേഴ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു വയലറ്റ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാവക്കുട്ടി അല്ലെങ്കിൽ ബാർബി ഡോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മരക്കഷ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതുമേലായിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കളറിൽ ഫെദേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ കളറിൽ തന്നെയാണ് എടുക്കണേ. നമ്മൾ ആ ഒരു ബാർബിയുടെ താഴെയുള്ള ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കളറിലെ ഫെദേഴ്സ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ഭാഗത്തായിട്ട് ആ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഞാൻ ചെറിയ തൂവലുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ക്യൂട്ടാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ചെറിയ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു മരക്കഷ്ണത്തുമേലൊന്നും ഒട്ടിക്കാതെ തന്നെ ഒരു പുതിയ കീ ചെയിനായിട്ട് എനിക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തപ്പോൾ അതിങ്ങനെ കിടന്ന് വീണ്ടും പൊടി പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകും. അപ്പോൾ കുറച്ചധികം നാൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, ആ ഒരു പീസ് ഇതിനുള്ളിലേക്കായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ സൈസിൽ തന്നെ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് കാർഡ്ബോർഡ് പീസിന് മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ താഴെയുള്ള ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബാർബീനെ ഫോം ഷീറ്റിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു മജന്ത കളറിൽ വൂളൻ ത്രെഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ താഴെയായിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലുള്ള ഭാഗത്തായിട്ട് വൈറ്റ് കളറിലെയും പിന്നെ മജന്ത കളറിലെയും വൂളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതേ പുതിയ ലുക്കിൽ എൻ്റെ ബാർബി എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും പൊടി പിടിക്കില്ല. മുകളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അവിടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചെയ്ത് കൊടുക്കാനുള്ള ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.